പാട്ട് വേണോ? പാട്ട്? ഏ ആശാനെ, ദേ ഒരുത്തൻ പാട്ട് വെക്കാൻ നടക്കുന്നു. പാട്ടോ? ഈ കാട്ടിലോ? വിളിയടാ അവനെ. വല്ല കാസറ്റുമാണോ? സത്യം പറയടാ, എന്താ നിന്റെ കയ്യിൽ? ഈ മാല കണ്ടോ? ഇത് കഴുത്തിൽ അണിയുന്നവർ 2 മണിക്കൂർ നിർത്താതെ പാട്ടുപാടി നൃത്തം ചെയ്യും. ഹിഹി. അപ്പോ ഇതൊരു മന്ത്രമാലയല്ലേ? ആ ഫാണ്ടം ഇങ്ങ് തന്നിട്ട് ഓടിക്കോ. ഓടടാ, അല്ലെങ്കിൽ നിന്നെ തവളയാക്കി കളയും. അമ്മോ. അകടാ, താനെന്താ മാലയിട്ട് റിയാലിറ്റി ഷോയ്ക്ക് പോവുകയാണോ? ഹിഹി, ഇനിയല്ല സൂത്രം. ആ പിള്ളേരെ നമുക്ക് മാല ഇടിക്കാം, രണ്ടും പാടി തുലയട്ടെ. അത് കൊള്ളാം. ആ കള്ള മുയലിനെ വെറുതെ വിടരുത്. പക്ഷേ അവരെ മാലയിടിക്കാൻ എന്ത് ചെയ്യും? അതിനാണോ പ്രയാസം? വഴിയുണ്ട്. പിന്നീട് ഇവിടെ ആരുമില്ലേ? ആരാ? ദേ ഇതാ നിങ്ങൾക്ക് വന്ന പാഴ്സലാ. ഹായ്, മാലുവിന്റെ സമ്മാനമാവും. തുറന്നു നോക്ക്. ഹായ്, നോക്ക്, ഇതിൽ കുറെ മാലകൾ, ഒരു കുറിപ്പുമുണ്ടല്ലോ. പ്രിയപ്പെട്ട മാലുവിനും ചങ്ങാതിമാർക്കും ആശംസകളോടെ ബാലഭൂമി. ഹായ്, മാലു എത്തിയല്ലോ. ഗോപു, മീനു, എന്താ കയ്യിലൊരു പൊതി? ഇത് കണ്ടോ മാലു, ബാലഭൂമി നമുക്ക് സമ്മാനം അയച്ചിരിക്കുന്നു, കുറെ മാലകൾ. ബാലഭൂമിയിൽ നിന്ന് മാലകളോ? ഇല്ല, ഇതിന്റെ പിന്നിൽ വല്ല തട്ടിപ്പുമുണ്ടോന്ന് നോക്കട്ടെ. കുറെ കഴിഞ്ഞ്, ആഹാ, ആ പിള്ളേരിപ്പോൾ കച്ചേരി നടത്തി തളർന്നു കാണും. അയ്യോ, എന്തൊരു ചൂട്, ഞാനും തളർന്നു. അത് കണ്ടോ, 3-4 തൊപ്പികളല്ലേ ആ കിടക്കുന്നത്. എനിക്കും വേണം. വെയിൽ കൊണ്ടിട്ട് എന്റെ കൊമ്പ് വരെ കറുത്തുപോയി. ഇങ്ങ് താടാ കുട്ടിച്ചെകുത്താനെ ഒരെണ്ണം. 3 പേരും തൊപ്പി വെച്ചതും അതാ മാലയായി മാറി അതോടെ. ആലിലക്കണ്ണ, അമ്മോ, മുരളിക, അമ്പലക്കര തെച്ചിക്കാവിലെ, അമ്മോ, ഡാഡി മമ്മി കിണറ്റിൽ ചാടി. മാലു, മാലയെ തൊപ്പിയാക്കിയത് അവരറിഞ്ഞില്ല. ഹഹഹ.